Hi students, welcome back. Today we are going to discuss electrophilic substitution from amines. അമീൻസിൻ്റെ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഓൾറെഡി കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ബാക്കി വരുന്ന ടോപ്പിക് മീൻസ് ദാറ്റ് ഈസ് സൾഫണേഷൻ ആണ്. അതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത്, സൾഫണേഷൻ. ഓക്കെ, അപ്പം ഫോക്കസ് ഏരിയ റിലേറ്റഡ് ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുക. ഈ ഒരു ടോപ്പിക്കിൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഈ ടോപ്പിക്കിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. Okay, then next topic, that is sulfonation. Aniline react with concentrated sulfuric acid to form anilinium hydrogen sulfate. Aniline, this is aniline. നമ്മൾ പഠിച്ചതാണ് അനിലിൻ്റെ സ്ട്രക്ചറൊക്കെ എഴുതാൻ നമുക്കറിയാം അല്ലേ. അനിലിൻ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. Aniline react with concentrated sulfuric acid to form anilinium hydrogen sulfate. To form anilinium hydrogen sulfate. എന്താണ് anilinium hydrogen sulfate? നമുക്ക് നോക്കാം. Anilinium hydrogen sulfate. Anilinium NS3 anilinium hydrogen sulfate. Okay, NS3 HSO4, NS3 plus HSO4 minus. Okay, this is known as anilinium hydrogen sulfate. This anilinium hydrogen sulfate undergoes heating at a temperature of about 453 to 473 Kelvin. Then this anilinium hydrogen sulfate, anilinium hydrogen sulfate anilinium hydrogen sulfate at 453 to 473 Kelvin. 473 Kelvin. ഓക്കെ, ഈ അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് നമ്മൾ 453 to 473 കെൽവിനിൽ 453 to 473 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സൾഫാ അനിലിക് ആസിഡ്. സൾഫാ അനിലിക് ആസിഡ് എന്താണ് സൾഫാ അനിലിക് ആസിഡ് എന്ന് നോക്കാം. സൾഫാ അനിലിക് ആസിഡ് this is known as sulfur anilic acid. Okay, sulfur anilic acid. Sulfur anilic acid means para amino benzene sulfonic acid. Sulfur anilic acid or para amino benzene sulfonic acid. അപ്പോൾ സൾഫാനിലിക് ആസിഡ് നമ്മൾ പറയുന്നത് പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നാണ്. പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ്. ദിസ് പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ് അണ്ടർഗോസ് പ്രോട്ടോൺ ട്രാൻസ്ഫർ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ദിസ് അണ്ടർഗോസ് പ്രോട്ടോൺ ട്രാൻസ്ഫർ. പ്രോട്ടോൺ ട്രാൻസ്ഫർ. This sulfonilic acid undergoes proton transfer, then we will get sweeter ion. That is NS3 plus SO3 മൈനസ്. കണ്ടോ, ഇവിടുന്ന് ഈ പ്രോട്ടോൺ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുക NS2ലേക്ക്. then that become NS3 plus and SO3 minus. that is known as sweeter ion. Sweeter ion means സെയിം കോമ്പൗണ്ടിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് വരിക. സെയിം കോമ്പൗണ്ടിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്, ദാറ്റ് ഈസ് നോൺ ആസ് sweeter ion. അപ്പോൾ അനിലിൻ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, then we will get anilinium hydrogen sulfate, anilinium NS3 plus HSO4 minus, which undergoes heating at 453 to 473 Kelvin. We will get
para-amino benzene sulfonic acid, that is known as sulfanilic acid. This sulfanilic acid undergoes proton transfer, then we will get zwitterion. Zwitterion means that is NS3. ഈ ഹൈഡ്രജൻ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ, ഈ പ്രോട്ടോൺ H പ്ലസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് NS3 പ്ലസ് ആൻഡ് SO3 മൈനസ്, ദാറ്റ് ഈസ് നോൺ ആസ് zwitterion. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അനിലിൽ നിന്ന് നമ്മൾ zwitterion പ്രിപ്പയർ ചെയ്തു. ഇതിൻ്റെ ഏത് സ്റ്റെപ്പിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം ക്വസ്റ്റ്യൻ. അപ്പോൾ ഹൗ വി ക്യാൻ പ്രിപ്പയർ zwitterion ഫ്രം അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ വി ക്യാൻ പ്രിപ്പയർ സൾഫാനിലിക് ആസിഡ്. സൾഫാനിലിക് ആസിഡ് മീൻസ് പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം അനിലീൻ. അപ്പോൾ ഏത് സ്റ്റെപ്പിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കാം. ഓക്കെ, ഇനി ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഉണ്ട് നമ്മുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത്. അനിലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഓർ അസൈലേഷൻ. വൈ? അപ്പം അനിലിൻ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഓർ അസൈലേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന്, റീസൺ എന്താണെന്ന്. കാരണം ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് വേണം. ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് മീൻസ് അലുമിനിയം ക്ലോറൈഡ്. ഈ അനിലിന് എന്ത് ചെയ്യും, ഈ അലുമിനിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു സോൾട്ട് ഫോമേഷൻ നടത്തും, സോൾട്ട് ഫോം ചെയ്യും. ആ സോൾട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ സോൾട്ടിനകത്ത് നൈട്രജൻ ഓഫ് ദ അനിലിൻ acquires a positive charge and hence act as a strong deactivating group for further reaction. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ അനിലിൻ നമ്മുടെ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റായ അലുമിനിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സോൾട്ട് ഫോമേഷൻ ഉണ്ടാവും. ആ സോൾട്ട് ഫോം ചെയ്യുന്ന ആ സോൾട്ടിൽ നൈട്രജൻ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ട്രോങ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയി മാറും. പിന്നെ ഫർദർ റിയാക്ഷൻ നടക്കില്ല. അതാണ് അവിടെ സംഭവം നടക്കുന്നത്. എന്ന് വെച്ചാൽ അനിലിൻ, നമ്മുടെ അനിലിൻ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് മീൻസ് ദാറ്റ് ഈസ് അലുമിനിയം ക്ലോറൈഡ് AlCl3 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അങ്ങനെ കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവിടെ കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് NS2 AlCl3. ഇവിടെ നൈട്രജൻ കണ്ടോ, ആ നൈട്രജനോടെ പോസിറ്റീവ് ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ ഫർദർ റിയാക്ഷനെ അത് ഡീആക്ടിവേറ്റിംഗ് ആക്കി, ദിറ്റ് ഈസ് എ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ട് മാറും. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോസ് ഫർദർ റിയാക്ഷൻ. അണ്ടർസ്റ്റുഡ്? ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് കെമിക്കൽ റിയാക്ഷൻസ്, ദറ്റ് ഈസ് സാൻമീർ റിയാക്ഷൻ. That is the replacement of nitrogen by halide or cyanide ion. അപ്പം നമ്മുടെ സാൻമേർ റിയാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണിത്. അതാണിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡൈസോണിയം സോൾട്ട് തന്നെയാണ്. ഡൈസോണിയം സോൾട്ട് ArN2X ArN2 പ്ലസ് X minus ArN2X minus, that is a ഡൈസോണിയം സോൾട്ട്. ഈ ഡൈസോണിയം സോൾട്ടിൽ N2 ഈസ് എ ബെറ്റർ ലീവിങ് ഗ്രൂപ്പാണ്. ഈ നൈട്രജൻ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ലീവ് ചെയ്യാം, നൈട്രജൻ പെട്ടെന്ന് ലീവ് ചെയ്തു പോകും. ഓക്കെ, so this Cl minus, Br minus and Cn minus nucleophile can be easily introduced in the benzene ring in the presence of copper ion. This reaction is known as Sandmeyer reaction. But Cl minus, Br minus and Cn minus ion can be, that is a nucleophile. This nucleophile can be easily introduced in the benzene ring in the presence of Cu copper ion. In the presence of Cu ion, that means copper ion. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ ഗ്രൂപ്പുകളെ നമുക്ക് ഈസി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? Cl മൈനസ്, Br മൈനസ് ആൻഡ് Cn മൈനസ് ന്യൂക്ലിയോഫൈൽ. ഓക്കെ, ദെൻ ഡൈസോണിയം സോൾട്ട് റിയാക്ട് വിത്ത് കോപ്പർ ക്ലോറൈഡ് CuCl in the presence of HCl, then we will get
ArCl plus N2. കണ്ടോ, N2 എന്ന് പറയുന്നത് ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പാണ്. Then it react with copper bromide in the presence of HBr. Then we will get ArBr plus N2. Okay, the next copper cyanide CuCN in the presence of HCN. Then we will get ArCN plus N2. This reaction is known as Sandmeyer reaction. But Cl minus, Br minus and Cn minus nucleophile can be easily attached to, easily introduced in the benzene ring in the presence of copper ion, copper 1 ion. So this reaction is known as Sandmeyer reaction. അപ്പോൾ നമുക്ക് Cu1ൻ്റെ പ്രസൻസിൽ കോപ്പർ അയോണിൻ്റെ പ്രസൻസ് ആണ്, കോപ്പർ 1 അയോണിൻ്റെ പ്രസൻസിൽ ഈ പറയുന്ന Cl, Br ആൻഡ് Cn, Cl മൈനസ് Br മൈനസ് Cn മൈനസ് ന്യൂക്ലിയോഫൈൽ നമുക്ക് ബെൻസീൻ റിങ്ങിലേക്ക് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് സാൻഡ്മെയർ റിയാക്ഷൻ ബിക്കോസ് നൈട്രജൻ ഈസ് ദ ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ്. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് വൺ മോർ ടോപ്പിക്കും കൂടെ ഉള്ളൂ. ഓക്കെ ഗൈസ്, സ്റ്റഡി അപ് ടു ഹിയർ. ദി റിമൈനിങ് ടോപ്പിക് വി വിൽ ടേക്ക് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Okay, until then, bye bye.